ഹലോ ഗായ്സ്, ഇന്നൊരു സൺഡേ വ്ളോഗാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത് പറയാൻ മറന്നു ഗായ്സ്. ഇന്ന് ലീവുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ പതുക്കെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. കാരണം ഉച്ചക്കൊക്കെ ഒന്നും ഇറങ്ങൂല, കാരണം ഭയങ്കര ഇപ്പോൾ വെയിൽ തുടങ്ങിയല്ലോ. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് നോക്കാൻ തന്നെ കഴിയില്ല, കണ്ണ് പൊളിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4:30 ആയപ്പോൾ ഇറങ്ങി. പിന്നെ നമ്മളെ കസിൻസും ഒപ്പം ഉണ്ടായിരുന്നേ. ഇവിടെ ഒരു അജ്മാലിലൊരു പുതിയൊരു ബോട്ടിംഗ് സർവീസ് തുടങ്ങിയെന്ന് പറഞ്ഞിന്. മറ്റേ മറീന ബോട്ടിംഗ് സർവീസ് അങ്ങനെ എന്തോ. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം അതായിരുന്നു മനസ്സിലെ പ്ലാന്. പക്ഷെ അവിടെ എത്തിയപ്പോഴല്ലേ ആകെ കഥ മാറിയത്. ക്ലോസ് ആയിരുന്നു. എന്തൊക്കെ മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്, അതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അവിടുത്തെ ബീച്ച് പോലും അടച്ചിരിക്കണം. ബീച്ച് എന്തിനാണ് അടച്ചിരിക്കണേ അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളെന്നാൽ അങ്ങനെ ഷാർജയത്തെ പാർക്കൊക്കെ വിചാരിച്ചു. കുട്ടികൾക്ക് കളിക്കും, വെറുതെ നടന്ന് വർത്താനം പറഞ്ഞ് നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഷാർജയ്ക്ക് പോകണ മെയിൻ പ്രശ്നം ഇഷ്ടമില്ലാത്ത എന്താ വെച്ചാൽ ബ്ലോക്ക് ആക്കാരം. ആ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്നും അവിടെ ബ്ലോക്ക് ആക്കാരം. എന്നൊക്കെ ഞങ്ങൾ പോയി അവിടെ എത്തി. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. വെയിലാണ്, പക്ഷെ എന്നാൽ ചൂടില്ല കേട്ടോ. ഒന്നും വല്ലാണ്ട് ചൂടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. അല്ലെങ്കിൽ നമ്മൾ വേർത്ത് കുളിക്കുമായിരുന്നു. ഇത് പിന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ സ്റ്റാർട്ടിങ് ആയതിൻ്റെ നമ്മൾ വണ്ടി ഇപ്പുറത്ത് നിർത്തി നടന്ന് അപ്പുറത്തേക്ക് പോയി. വലിയൊരു പാർക്കാട്ടത്. ഒരു സൈഡിൽ ബീച്ച്, അതേമാതിരി ഓടാനും ചാടാനും ഇല്ലാത്ത സംഭവങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ സംഭവങ്ങൾ, പിന്നെ ചെറിയൊരു നമ്മളെ വാട്ടർ പാർക്കൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടായി. ചൂടൊക്കെ ആയത് ആവശ്യമാണല്ലോ. പക്ഷേ ഈ കുട്ടികൾ കളിക്കണ്ടതിലൊന്നും കയറിയില്ല കേട്ടോ. അതിലൊക്കെ നമ്മൾ വേറെ പൈസ കൊടുക്കണം തോന്നുന്നു. ഇവർ ചെക്കന്മാരൊന്നും പിന്നെ വന്നില്ല. അവര് ഞങ്ങളോട് നടന്ന് കണ്ടു വരാൻ പറഞ്ഞിട്ട് പോലെ അവിടെ ഇരുന്നു. ഞങ്ങൾ വെറുതെ ഇക്കൂടി അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് കുറേയൊന്നും നടന്നില്ല കേട്ടോ. കാരണം കുഴങ്ങി മനുഷ്യന്. കുറച്ചൊക്കെ കണ്ടു. നമ്മളെ ഇതില്ലേ, നമ്മൾ പൂരത്തിനൊക്കെ പോകുമ്പോൾ കുറേ സ്റ്റാളൊക്കെ ഉണ്ടാവില്ലേ, എന്തെങ്കിലുമൊക്കെ പരിപാടി പോകുമ്പോൾ, അതേമാതിരി കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. നമ്മളെ നാട്ടിലത്തെ കടലൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ എല്ലാം ഇഷ്ടമായി. അവിടെ ഇതുവരെ ഈ UAE വന്നിട്ട് അങ്ങനത്തെ ഒരു കടലിട്ടുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇവിടെ അതുണ്ടായിരുന്നേ. പിന്നെ കുറേ ഡ്രസ്സുകൾ, കുട്ടികൾക്ക് കളിക്കേണ്ട ടോയ്സുകൾ, പിന്നെ നമ്മളെ മാലയും വളയും മോതിരങ്ങളും സ്പ്രേ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ടായിനെ. പിന്നെ നമ്മളെ നാട്ടിലത്തെ ആ വലിയ സമൂസ അല്ലേ, നമ്മുടെ നാട്ടിലത്തെ ഹൈദരാബാദത്തേക്ക് തോന്നും, അത് മോമോസ് അങ്ങനെയൊക്കെ. ഇതുണ്ട് ഞാൻ പറഞ്ഞ വാട്ടർ തീം സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഈ ചൂടിനൊക്കെ നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട ഓരോ ഗെയിം സാധനങ്ങളും, ചിലതൊന്നും ഓപ്പൺ അല്ല, എന്നാൽ ചിലതൊക്കെ ഓപ്പൺ ആണേനു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. യൂണിക്കോൺ തീമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് അവിടെ പോയിരുന്നു. ഓരോരുത്തേക്ക് തന്നെ പോയി. അവിടെ കുറേ നേരം ഇരുന്ന് കുറേ അങ്ങോട്ട് വർത്താനം പറഞ്ഞ് കുട്ടികൾ കളിച്ചിടും, എല്ലാവരും ഓടി കളിച്ചിടുന്നതും ഓരോ കോപ്രായങ്ങളും കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വിചാരിച്ചു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയിക്കൊണ്ട് തിരിച്ചു പോയപ്പോൾ. പക്ഷേ ഇരുട്ടാവുന്നുള്ളൂ. ഞങ്ങൾ നടന്ന് കാറിൻ്റെ അവിടെ എത്തി. അങ്ങനെ കയറി ഗായ്സ്, ഞങ്ങൾ വീട്ടിലെത്തി. കാറൊക്കെ പാർക്ക് ചെയ്തു. അപ്പം ഇന്നത്തെ ചെറിയൊരു ദിവസം ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, അതേമാതിരി നമ്മൾ സബ്സ്ക്രൈബും ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്. ബൈ.